അഭിനയിക്കുന്നവർക്ക് ഒന്നും നഷ്ടപ്പെടുന്നില്ല. എന്നാൽ അത് വിശ്വസിക്കുന്നവർ അവരുടെ ജീവിതമാണ് നഷ്ടപ്പെടുത്തുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മനോവിചാരങ്ങൾ ഒരിക്കലും മറ്റുള്ളവർ പറഞ്ഞ് നമ്മൾ അറിയാൻ ഇടവരരുത്. അങ്ങനെ വന്നാൽ മനസ്സിലാക്കണം, അവർക്ക് നമ്മൾ ഒഴിഞ്ഞുകൊടുക്കാൻ സമയമായി എന്ന്. ഒരു പ്രാവശ്യം കണ്ടാൽ അത് സ്വപ്നം, 2 പ്രാവശ്യം കണ്ടാൽ അത് ആഗ്രഹം, പല പ്രാവശ്യം കണ്ടാൽ അത് ലക്ഷ്യം. കാലം നമുക്ക് സമ്മാനിക്കുന്നത് ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങളാവാം. ആ തീച്ചൂളയിൽ വെന്തുരുകാതെ പിടിച്ചു നിൽക്കണം. ചുറ്റുമുള്ളവരെ മനസ്സിലാക്കാൻ കിട്ടുന്ന ഓരോ അനുഭവങ്ങളും ഓരോ പാഠങ്ങളാണ്. പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിൽ അത് ഓർമ്മയിൽ ഉണ്ടാവണം. മനസ്സിലാക്കാത്തവരുടെ മുന്നിൽ ഒരിക്കലും ദുഃഖം എന്ന പുസ്തകം തുറക്കരുത്. കാരണം പരിഹാസം എന്ന അർത്ഥമേ ആ വരികൾക്കുണ്ടാകൂ. നമ്മൾ ലക്ഷ്യത്തിലെത്താൻ ഒരുപാട് നാളുകളെടുക്കാം, തളർന്നു പോയേക്കാം. എങ്കിലും മനസ്സിനുള്ളിൽ ചെറുകനൽ ഉണ്ടെങ്കിൽ അത് തീയായി പടർത്തുവാൻ നിമിഷങ്ങൾ വേണ്ട. പിടിവാശികൾ ജയിക്കുമ്പോൾ ബന്ധങ്ങൾ അകലുന്നു. എന്നാൽ വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ മനസ്സുകൾ അടുക്കുന്നു. ഒരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം നിങ്ങളുടെ സമയമാണ്. കാരണം ഒരിക്കലും തിരികെ ലഭിക്കാത്ത നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങൾ അവർക്ക് നൽകുന്നത്. സ്നേഹമായാലും ബഹുമാനമായാലും കരുതലായാലും അർഹിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കാവൂ. ഇങ്ങോട്ട് കിട്ടാത്തതൊന്നും തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്ക് ആർക്കുമില്ല. വാക്ക് ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. നമ്മൾ ആരെക്കുറിച്ച് അഭിപ്രായം പറയുന്നുണ്ടെങ്കിലും ഇരുവട്ടം ആലോചിക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ വാക്കിൽ നിന്ന് അവരുടെ മനസ്സിൽ ചോര കിനിയുന്നുണ്ടാകും. നിങ്ങളെക്കുറിച്ച് ചിലർ പരദൂഷണം പറയുന്നതും നിങ്ങളോട് മിണ്ടാതെ നടക്കുന്നതും നിങ്ങൾ തെറ്റ് ചെയ്തത് കൊണ്ടല്ല. നിങ്ങൾ സുഖമായി ജീവിക്കുന്നത് അവർക്ക് സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. ജീവിതത്തിൽ ഒരു കോണിൽ നമ്മെ ഒറ്റപ്പെടുത്താൻ ചിലർ ഉണ്ടെങ്കിൽ മറുവശത്ത് നമ്മെ ചേർത്ത് നിർത്താനും തീർച്ചയായും ചിലർ ഉണ്ടാകും. ചെറുതാണെന്ന് കരുതി കുരുമുളകിനെ പുച്ഛിക്കരുത്. അത് എത്ര കഠിനമാണെന്ന് അറിയാൻ കഴിച്ചു തന്നെ നോക്കണം. അതുപോലെ തന്നെയാണ് ചില മനുഷ്യരും. നിങ്ങളുടെ വികാരങ്ങളെ അടക്കി നിർത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. പെട്ടെന്ന് പ്രകോപിതരാകുന്ന ശീലം അവസാനിപ്പിക്കുക. ജീവിതം ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരീക്ഷയാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ചോദ്യപേപ്പർ ഉണ്ടെന്ന് മനസ്സിലാക്കാതെ മറ്റുള്ളവരെ പകർത്താൻ ശ്രമിക്കുന്നതിനാലാണ് പലരും പരാജയപ്പെടുന്നത്. നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരെ ഒരിക്കലും ദുരുപയോഗം ചെയ്യരുത്. നിങ്ങളെ ആവശ്യമുള്ളവരോട് ഒരിക്കലും തിരക്കിലാണെന്ന് പറയരുത്. നിങ്ങളെ എല്ലായ്പ്പോഴും വിശ്വസിക്കുന്ന ഒരാളെ ഒരിക്കലും ചതിക്കരുത്. നിങ്ങളെ എപ്പോഴും ഓർമ്മിക്കുന്ന ഒരാളെ ഒരിക്കലും മറക്കരുത്. ഒരു മരത്തിൽ നിന്നും ലക്ഷക്കണക്കിന് തീപ്പെട്ടിക്കോലുകൾ ഉണ്ടാക്കാം. അതുപോലെ ഒരു തീപ്പെട്ടിക്കോലിന് 1,00,000 മരങ്ങൾ കത്തിക്കാനും കഴിയും. നിങ്ങളുടെ ഒരൊറ്റ നെഗറ്റീവ് ചിന്തയ്ക്ക് നിങ്ങളുടെ എല്ലാ പോസിറ്റീവ് ചിന്തകളെയും നശിപ്പിക്കാൻ കഴിയും.